ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എപ്പിസോഡിൽ മീര ശ്രുതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ കഷ്ടകാലത്ത് നിന്ന് പറയാലോ, മീരയുടെ ചന്ദ്രമതിയെ കുറിച്ച് ശ്രുതി വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരൊരു സ്ത്രീയാണോ, എന്തൊരു ദുഷ്ട തള്ളയാണെന്നറിയോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കേട്ടോ. എന്നാൽ ഇതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ഡോറിന്റെ സൈഡിൽ നിന്നും ചന്ദ്രമതി എല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ചന്ദ്ര ശ്രുതിയെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. താൻ ഇത്രയും നാളും പാല് കൊടുത്ത് കൊണ്ടു നടന്നത് ഒരു വിഷപ്പാമ്പിനെയാണെന്ന് ചന്ദ്രമതി തിരിച്ചറിയാണ്. ഇവളേക്കാളൊക്കെ എത്രയോ ഭേദം സ്വത്തും പണവും ഇല്ലാത്ത ആ രേവതി തന്നെയാണെന്ന് ചന്ദ്രമതിയുടെ വായിലൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ട ശേഷം ചന്ദ്രമതി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ശ്രുതിക്ക് 8ന്റെ പണി തന്നെ കൊടുക്കാൻ ചന്ദ്രമതി തീരുമാനിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ശ്രുതിയുടെ കഷ്ടകാലം എന്ന് പറയാലോ, ശ്രുതിയുടെ പിന്നാലെ നടന്ന് ശ്രുതിക്ക് 8ന്റെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നതെന്ന് അറിയോ? ആ ബീരാനിക്ക് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ അങ്ങേരെ കാണണം, അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് എങ്ങനെയെങ്കിലും ടിക്കറ്റ് സംഘടിപ്പിച്ച് പോകണമെന്ന് ചന്ദ്രമതി വാശി പിടിക്കുകയാണ്. അതായത് ഇവൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താണെന്ന് ചന്ദ്രമതി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ കേട്ടോ. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്തായാലും മലേഷ്യയിലേക്കുള്ള ആന്റിയുടെ ടിക്കറ്റ് ഫ്രീ ആണ്. ആന്റിയുടെ ടിക്കറ്റിന്റെ കാര്യം ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് ശരിയാക്കി തരാന്നൊക്കെ വർഷ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ചന്ദ്രമതി നിൽക്കുന്നത്, മലേഷ്യ കാണാലോ എന്നുള്ള. അത് മാത്രമല്ല, ശ്രുതിക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിൽ ഉണ്ടോന്നും കണ്ടുപിടിക്കാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും ശ്രുതി ശരിക്കും പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവം സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. വെറുതെ ഒരു വാക്ക് തർക്കം മാത്രമല്ല, വരും എപ്പിസോഡുകളിൽ ചന്ദ്രമതി മലേഷ്യയിലേക്ക് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ചന്ദ്രമതിയുടെ മലേഷ്യൻ പോക്ക് സീരിയസ് ആയിട്ടാണ്. എന്തായാലും ഈ ഒരു കിടലൻ എപ്പിസോഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഒരു കോഫിയും വാങ്ങിയിട്ട് നേരെ പുറത്തോട്ടാണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് രേവതി പുറത്ത് സ്റ്റെപ്പിൽ ഇരുന്നുകൊണ്ട് പച്ചക്കറിയൊക്കെ വൃത്തിയാക്കാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. രേവതി, ഇതെന്താ ഇത്? എന്താമ്മേ? എന്താന്നോ, നിന്നോട് ഈ വീട്ടിലെ പണികളൊന്നും ഇനി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ നീ എന്തിനാ ഇതുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? അത് പിന്നെ അമ്മേ, ശ്രുതി ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ജോലിയും കൂടി ചെയ്ത് ശ്രുതിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാന്ന് കരുതി. പാടില്ല. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? അവളെ നീ സഹായിക്കരുതെന്ന്. ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രമതിയുടെ സ്വഭാവം നിനക്കറിയാലോ. നിന്നെ ഞാൻ പഴയ പോലെ കാണണോ? അങ്ങനെ ചെയ്താലേ ഞാൻ പഴയ ചന്ദ്രമതിയാവും. അത് വേണമെന്നുണ്ടെങ്കിൽ നീ ഇത് തന്നെ ചെയ്തോണ്ടിരുന്നോ? അയ്യോ അമ്മേ, അമ്മ പഴയ സ്വഭാവം എടുക്കണ്ട. ഞാൻ ഇതെന്തായാലും ശ്രുതിയെ ഏൽപ്പിക്കാം. എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അത് പിന്നെ ശ്രുതിയോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നോട് സ്നേഹത്തെ പെരുമാറുന്നതെന്ന് എനിക്കറിയാം. ഈ സ്നേഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും അറിയോ അമ്മേ? ഈ സ്നേഹം എന്നും ഉണ്ടാവണം എന്നുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്യണം രേവതി. അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ. എന്നാലും ശ്രുതി ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു, നീ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അമ്മേ വേണ്ട, ഞാനിത് ശ്രുതിയെ ഏൽപ്പിക്കാം. ഒരു മിനിറ്റ് നീ നിൽക്ക്, ഞാൻ ശ്രുതിയെ വിളിക്കാം. എടി ശ്രുതി, ശ്രുതി, ഇവളിത് എവിടെ പോയി കിടക്കുക? എടി ശ്രുതി, ഈ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് തന്ന് അവൾ ഉറങ്ങാൻ പോയി കാണും. എന്താ ആൻറ്റി? ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാം പറയുന്നതും കേട്ട് അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുവാണോ? ആൻറ്റി ഇങ്ങനെ വിളിക്കുന്ന കണ്ടോണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നതാ. പിന്നെ അവൾ അടുക്കളയിൽ നിന്ന് ഓടി വന്നതാണത്രേ. നീ എനിക്കൊരു ഗ്ലാസ് ചായ തന്ന് സുധിയുടെ പിന്നാലെ ചെന്നതല്ലേടി? ആൻറ്റി പ്ലീസ്, ഞാൻ സുധിയുടെ പിന്നാലെ ചെല്ലുന്നില്ല. സുധിയാണ് ഏത് സമയം എൻ്റെ പിന്നാലെ വരുന്നത്. എന്നിട്ട് സുധിയാണെങ്കിലോ ആൻറ്റിയോട് കള്ളം പറയുവാണ്. എടി, നീ എന്താ എൻ്റെ സുധിയെക്കുറിച്ച് പറഞ്ഞത്? അവൻ എന്നോട് കള്ളം പറയുന്നോ? ആൻറ്റിക്ക് സുധിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ആൻറ്റി എന്നെ എപ്പോഴും വഴക്ക് പറയുന്നത്. ഞാൻ ഒരിക്കലും സുധിയോട് മിണ്ടാനും പറയാൻ ഒന്നിനും പോയിട്ടില്ല. എടി വായടക്കടി. പറഞ്ഞ് നീ എങ്ങോട്ടാ? എൻ്റെ സുധിയെ വേണമെങ്കിൽ കള്ളം പറയും, ചിലപ്പോൾ സത്യവും പറയും. നിനക്കെന്താ അതിൽ കുഴപ്പം? ആ കുഴപ്പമാണ് എനിക്ക് പ്രശ്നം. ആൻറ്റി സത്യം സത്യമാണെന്നും തെറ്റ് തെറ്റാണെന്നും മനസ്സിലാക്കണം. എന്താടി, നീ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കുകയാണോ? ആൻറ്റി, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കേണ്ടി. നിർത്തടി. ഞാൻ നിന്നെ വിളിപ്പിച്ചതേ നീ പറയുന്ന ശൃംഗാരം കേട്ടോണ്ട് നിൽക്കാനല്ല. രേവതി, അതങ്ങ് അവരുടെ കയ്യിൽ കൊടുക്ക്. ശരി അമ്മേ. ദാ ശ്രുതി. രേവതി, നീ ഇത് എനിക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു പോയി കൊണ്ടുപോയതല്ലേ? എന്നിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിന് അമ്മ സമ്മതിക്കണ്ടേ? രേവതി പ്ലീസ്, എനിക്കിതൊന്ന് ശരിയാക്കി താ. രാത്രിക്കൽക്കുള്ള ഫുഡിനുള്ളതാ. എടി, അപ്പം ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? രേവതി ഇതൊന്നും ചെയ്യത്തില്ല. രേവതി ഇനി വീട്ടുജോലി ഒന്നും ചെയ്യില്ലെന്ന്. നീയാണ് ഇനി വീട്ടുജോലിയൊക്കെ ചെയ്യേണ്ടത്. ആൻറ്റി, എല്ലാം കൂടി ഞാൻ എങ്ങനെയാ? നീ ചെയ്യണം, ചെയ്തേ പറ്റൂ. കൊടുക്കത്. രേവതി, മോൾക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി ചെയ്തോ, ഇല്ലെങ്കിൽ പോയി TV കാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിട്ട് വാ. വേണ്ട അമ്മേ, സച്ചേട്ടൻ എന്നെ തിരക്കുന്നുണ്ട്. എന്നാ പിന്നെ സച്ചിയുടെ അടുത്തോട്ട് ചെല്ല്, അവന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ചെല്ല് രേവതി. നീ എന്താ നോക്കി നിൽക്കുന്നത്? നിന്റെ കയ്യിൽ പച്ചക്കറി തന്നെ കണ്ടില്ലേ? അത് വൃത്തിക്ക് ശരിയാക്കി മുറുക്കി എന്നിട്ടേ നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്ക്.
ഇന്നലെ കഴിച്ച ഭക്ഷണം വകയ്ക്കും കൊള്ളത്തില്ല. നിന്നെയൊക്കെ ആരാടി ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? ഓ, അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ. മറ്റുള്ളവരുണ്ടാക്കിയത് തിന്നല്ലേ പരിചയമുള്ളൂ. ഛേ, ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ മൊത്തത്തിൽ ദേഷ്യം വരാൻ കേട്ടോ. എന്തായാലും ചന്ദ്രമതി ആട്ടിത്തുപ്പി അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്താണ് ശ്രുതിയെ കാണുന്നത്. എന്താടാ? ഏയ് ഒന്നുമില്ലാമേ. പിന്നെ എന്തിനാടാ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അത് പിന്നെ ശ്രുതി അല്ല അമ്മേ, ശ്രുതി ഈ വീട്ടിലെ എല്ലാ ജോലിയും എടുക്കുന്നില്ലേ? രേവതിയെ കൊണ്ട് അമ്മയ്ക്ക് ജോലി എടുപ്പിച്ചൂടെ? ഇപ്പോൾ അമ്മയ്ക്ക് രേവതി പൊന്നുപോലത്തെ മരുമകളാണല്ലോ. അതേടാ, നിന്റെ ഭാര്യയെക്കാളും നല്ലതേ എന്തുകൊണ്ട് അവൾ തന്നെയാ. അയ്യോ അമ്മേന്താ ഇപ്പം അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ്, അതാണ് സത്യം. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു പോയി. എന്തായാലും നിന്റെ ഭാര്യ ചെയ്യുന്ന കള്ളത്തരമൊന്നും ആ രേവതി ചെയ്യത്തില്ല. ഡാ, നിന്നെങ്ങാനും അവളുടെ ഏഴകലത്ത് കണ്ടാലുണ്ടല്ലോ, ദേ സുധി, ഈ ചന്ദ്രമതിയുടെ സ്വഭാവം മാറും. കാര്യം പോടാകത്ത്. ശരി, ഞാൻ അങ്ങോട്ട് ചെന്നോളാം. അമ്മ പൊക്കോ. ഞാൻ പോവില്ല, നീയും കൂടെ എൻ്റെ കൂടെ വരണം. വാ. ഇത് വലിയ കഷ്ടമാണല്ലോ, പാവം ശ്രുതി. എടാ, നിന്നോട് വരാനാ പറഞ്ഞത്. വരാമേ. അമ്മ നടക്ക്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിക്കൊരു കോള് വരികയാണ്. അത് മറ്റാരും അല്ല കേട്ടോ, മീരയാണ് ഫോണിൽ വിളിക്കുന്നത്. പെട്ടെന്ന് ആ ഒരു കോള് കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരു ആശ്വാസം തോന്നുകയാണ് കേട്ടോ. തൻ്റെ മനസ്സിലുള്ളത് ഒരാളോടെങ്കിലും തുറന്ന് പറയാലോ, വിഷമം ഒരാളെങ്കിലും കേൾക്കുമല്ലോ എന്ന് കരുതിയിട്ട് ശ്രുതിയാണെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ശ്രുതി. മീരെ, നിനക്ക് ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഇവിടുത്തെ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആൻറ്റി ആണെങ്കിൽ എന്നെ ഇപ്പോൾ വേലക്കാരിയെ കണക്കാണ് കാണുന്നത്. എൻ്റെ ശ്രുതി, നിൻ്റെ ഇനിയുള്ള ജീവിതം കഷ്ടകാലമാവുക എന്നാണ് തോന്നുന്നത്. നിൻ്റെ അമ്മ അന്ന് ജോത്സ്യർ പറഞ്ഞില്ലേ? നീ അന്ന് നിൻ്റെ അമ്മയെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ ചെയ്തത്. ശരിക്കും ജോത്സ്യർ പറഞ്ഞത് ശരിയാണ്. നിൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കഷ്ടകാലമാണ് വരാൻ പോകുന്നത്. നീയേ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണേ. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ചുറ്റിലൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മീരെ ഒരു മിനിറ്റ്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ മുറിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഒരു സൈഡിൽ നിന്നും ചന്ദ്രമതി കാണാണ്. ഇവളല്ലേ ഇപ്പം കിച്ചണിലുണ്ടായിരുന്നത്. ഇതിപ്പോൾ എങ്ങോട്ടാ ഇങ്ങനെ പോകുന്നത്? എന്തോ ഒരു കള്ളലക്ഷണമുണ്ട് അവളുടെ പെരുമാറ്റത്തിലും നടത്തിപ്പിലൊക്കെ. അതൊന്നും അറിയണം എന്തായാലും. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയുടെ പിന്നാലെ തന്നെ പോവുകയാണ്. എന്നിട്ട് ആ ഡോറിൻ്റെ സൈഡിലായിട്ട് നിൽക്കാൻ കേട്ടോ ചന്ദ്രമതി. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പതുക്കെ സംസാരിക്കുന്നത് ചന്ദ്രമതിക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാം. ഹലോ മീരെ, നീ എന്താ ഇപ്പോൾ പതുക്കെ സംസാരിക്കുന്നത്? അത് പിന്നെ ഞാൻ കിച്ചണിലായിരുന്നു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പറയ് ശ്രുതി. അത് പിന്നെ മീരെ, ഞാനിപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. ദേ, ഇവിടുത്തെ ആൻറ്റി ഉണ്ടല്ലോ, ആ പേ പിടിച്ചതല്ല. അയ്യോ ശ്രുതി, ദേ നീ പറയുന്നത് ആ സ്ത്രീയെങ്ങാനും കേട്ടോണ്ട് വരണ്ട. കേട്ടാൽ ഇപ്പം എനിക്കെന്താ, അവരെന്നെ പിടിച്ച് തിന്നു. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താ അവൾ പറഞ്ഞത്? എന്നെയല്ലേ അവൾ പേ പിടിച്ച് തള്ളാന്ന് പറഞ്ഞത്? അത് ശരി, നിന്റെ വായിലൂടെ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വരുമല്ലേടി. മീരെ, അവർ ശരിക്കും ഒരു തള്ളയാണെന്ന് എനിക്ക് തോന്നുക. ഒന്നുമില്ലെങ്കിലും സുധിയുടെ അമ്മയല്ല അവർക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? ദേ ഇപ്പം അവർ പക്ഷാഭേദം കാണിക്കുക. രേവതിയോട് കാണിച്ച എല്ലാ പ്രശ്നങ്ങളും ഇപ്പം എന്നോടാണ് കാണിക്കുന്നത്. അവളോട് എങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ അതിൻ്റെ ഡബിൾ എന്നോട് സംസാരിക്കുന്നത്. ചില നേരത്തെ അവരുടെ സംസാരം കേട്ടാലുണ്ടല്ലോ, അവരുടെ കഴുത്തിന് പിടിച്ച് ഞെരുക്കി കൊല്ലാനാ തോന്നുക. അയ്യോ ശ്രുതി, നീ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. മീരെ, എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ നീ അങ്ങ് കഴുത്തിന് നെരിക്കുമ്പോഴത്തേന് ഞാൻ ചാവാൻ നിൽക്കുവോ? ഇങ്ങോട്ട് വാടി. ഇപ്പോഴല്ലേ നിന്നെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായത്. ഞാൻ പിശാച് പിടിച്ച തള്ളയാണത്രേ, സുധിയുടെ അമ്മയാണോന്ന്. ഹെടി നിന്നെ ഞാൻ. ഇതും പറഞ്ഞുകൊണ്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് ഞാൻ അകത്തോട്ട് ചെന്ന് ഞാൻ ഒളിഞ്ഞു കേട്ടതാന്ന് അവൾ പറഞ്ഞു വരുത്തും. അതിനേക്കാളും നല്ലത് അവൾക്ക് പിന്നെയും നടി കൊടുക്കുന്നത്. അവളിങ്ങ് വരട്ടെ. അവൾ എന്തൊക്കെയാ എന്നെക്കുറിച്ച് പറഞ്ഞത്? ഇവളുടെ മനസ്സ് ഇത്രയും ദുഷ്ടയായിരുന്നു. എന്തായാലും ഇവളേക്കാളും ഭേദ സ്വത്തും പണവും പ്രതാപവും ഒന്നും ഇല്ലാത്ത ആ രേവതി. ചെറ്റക്കുടിയിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിലും അവൾ ഇവളേക്കാളും എത്രയോ മെച്ചാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ട് വരുന്നത്. അപ്പം അമ്മ എന്താ എൻ്റെ റൂമിൻ്റെ മുന്നിൽ? അതെന്താടാ, എനിക്കിവിടെ നിന്നൂടെ? അല്ല അമ്മ ശ്രുതിയുടെ അടുത്തോട്ട് വരികയാണോ? ശ്രുതിയോ? അവളുടെ അടുത്തോട്ട് ഞാൻ എന്തിനാടാ വരുന്നത്? എടാ നീ ഇങ്ങോട്ട് വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് സുധിയെ കൂട്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താ അമ്മേ? എന്താണോ? എടാ നിന്റെ പെണ്ണുപിള്ളയ്ക്ക് എന്താടാ പ്രാന്തോ? എന്തായാലും ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, അവളെ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വായിക്കില്ല. ഡാ, നിനക്ക് അവളായിട്ട് ഡിവോഴ്സ് വേണോ? ഡിവോഴ്സോ? അതെന്തിനാ അമ്മേ?
ഈ ഒരു ചെറിയ പ്രശ്നത്തിന് അമ്മ എന്തിനാ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത്? ചെറിയ പ്രശ്നം, അവളിന്ന് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞെന്നറിയോ? ആ, എനിക്കത് പറയാൻ തന്നെ കഴിയുന്നില്ല. എന്തായാലും അവളെ ഞാൻ കുറച്ച് കഷ്ടപ്പെടുത്തും. എന്നിട്ട് ഞാൻ നിനക്ക് ഡിവോഴ്സ് വാങ്ങിത്തരും. എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട. മിണ്ടരുത്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളണം. ഇതും പറഞ്ഞുകൊണ്ട് നേരെ അവിടുന്ന് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോൾ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഡാ, അവളുടെ ഏഴകലത്ത് ചെന്നാലുണ്ടല്ലോ, അതെങ്ങാനും ഞാൻ കണ്ട നിന്നെ കൊല്ലുഞ്ഞ്. അയ്യോ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അമ്മേ. ആ, എന്നാൽ പിന്നെ അവിടെ നിൽക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അകത്തോട്ട് പോവാണ്. ആ സമയത്ത് അവിടെ രേവതി ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തായിട്ട് വർഷ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വർഷയുടെ അടുത്ത് നിന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, വർഷേ, വിഷുവല്ലേ വരാൻ പോകുന്നത്, നിൻ്റെ അച്ഛനും അമ്മ ഇങ്ങോട്ട് വരില്ലേ? എനിക്കറിയില്ല ആൻറ്റി. എന്താ, ഇങ്ങോട്ട് വരണോ? അല്ല, വിഷുവിൻ്റെ 2 ദിവസം മുമ്പ് വരുന്നതൊക്കെ ഒരു ചടങ്ങുണ്ട്, അതുകൊണ്ട് അവരോട് വരാൻ പറയണം. ഒരു കാര്യം ചെയ്യാം, മഹിമയും മധുസൂദനെയും ഞാൻ തന്നെ വിളിച്ച് പറയാം. ആ, ശരി ആൻറ്റി. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അടുത്തോട്ടാണ് കേട്ടോ ചെല്ലുന്നത്. രേവതി, നീയാണ് ഈ വീട്ടിലെ 2ാമത്തെ മരുമകൾ. ഇത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ ഇവള് മരുമകളെ അംഗീകരിച്ചോ? ഡാ, നീ ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഓരോന്ന് പറയരുത്. ഇവളെൻ്റെ 2ാമത്തെ മരുമകളാ. അംഗീകരിക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും എനിക്കിപ്പോൾ ഇവള് മരുമകൾ തന്നെയാണ്. അയ്യോ രേവതി, എനിക്കിപ്പോൾ സന്തോഷത്തിൻ്റെ അഡ്ഡയൊക്കെ വരുന്നാ തോന്നുന്നത്. സച്ചേട്ടാ, മിണ്ടാതിരിക്കുക. രേവതി, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ഒരു സൈഡിൽ നിന്ന് ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രവിയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ദേവേട്ടാ, ഇവിടുത്തെ മരുമക്കളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് വരണ്ടേ? വിഷുവിൻ്റെ 2 ദിവസം മുമ്പ് അവർ വരാറുള്ളതല്ലേ? ആ, അങ്ങനെ വരണം. ഇവിടെ വന്ന് സദ്യയൊക്കെ ഉണ്ടിട്ട് മാത്രമേ അവർ പോകാൻ പാടുള്ളൂ. പിന്നെ വിഷുവിൻ്റെ അന്നും വരണം. അതൊക്കെ ഒരു ചടങ്ങാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി കേൾക്കാൻ പറയാണ്. വർഷയുടെ അച്ഛനും അമ്മയും രേവതിയുടെ അമ്മയും ഇങ്ങോട്ട് വരണം. രേവതിയുടെ അമ്മ മാത്രമല്ല കേട്ടോ, രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനൊക്കെ ഇങ്ങോട്ട് വരണം. എൻ്റെ അനിയനോ? അവനൊരു ചെറിയ തെറ്റ് ചെയ്തു, അത് ഞാൻ ക്ഷമിക്കുന്നു. അവനെ ആ ദുഷ്ടനായ ആൻ്റണിയല്ലേ വഴിതെറ്റിച്ചത്, അതിനാ പാവം എന്ത് പഴിച്ചു. എന്തായാലും അവരോടൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറയണം. വിഷുവല്ലേ, നമുക്ക് ആഘോഷിക്കാം. അമ്മേ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറയാം അമ്മേ. പിന്നെ രേവതി, കാശൊന്നും ഇല്ലാത്തതായിരിക്കും, അതുകൊണ്ട് ഇതൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കരുത്. ശരി അമ്മേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ അമ്മയാണ് ഇതൊക്കെ പറയുന്നത്. രേവതി, നിങ്ങളുടെ 2 പേരുടെ വീട്ടിൽ നിന്ന് വരുമല്ലോ. അപ്പോൾ അവർ 2 പേരും പറയുന്നുണ്ട് കേട്ടോ, വരുമെന്ന് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, അല്ല ചന്ദ്രേ, നിനക്ക് 2 മരുമക്കൾ മാത്രമല്ലല്ലോ, ഒരാളും കൂടി ഇല്ലേ? ദേ ശ്രുതി വരുന്നു, ശ്രുതിയോടും കൂടി പറയണ്ടേ? അതിന് ഇവളുടെ അച്ഛനും അമ്മയും ഇവക്ക് വേണ്ടേ? അവളുടെ അമ്മ മരിച്ചെന്ന് പറയുന്നു, അച്ഛനാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ ജയിലിലാണെന്ന് പറയുന്നു. പിന്നെ ആര് വരാനാ? ഒരിളയച്ചനുണ്ട്, അങ്ങേരെ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ വരുന്നുണ്ട്. അങ്ങേര് യഥാർത്ഥത്തിൽ ഇവളുടെ ഇളയച്ചനാണോന്ന് ആര് കണ്ട്? ഇവള് വേഷം കെട്ടി കൊണ്ടുവന്ന ഏതെങ്കിലും വെട്ടുകാരനായിരിക്കും. ഇത് കേട്ടപ്പോൾ ശ്രുതി ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. ആൻറ്റി, ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം വിശ്വസിക്കുന്നില്ല എന്നല്ല, വിശ്വസിക്കില്ല. ഹെടി, നിൻ്റെ അച്ഛനും അമ്മ ആദ്യം ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. അതുവരെ നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അവളുടെ ഒരു അച്ഛനും അമ്മയും. അച്ഛൻ വേറെ കെട്ടിയിട്ടുണ്ടെങ്കിലേ നിനക്കും ആ സ്വത്തിൽ അധികാരമുണ്ട്. അയാൾ ഒരു തന്തയാണോ? തന്തയാണെങ്കിലേ നിനക്ക് തരാനുള്ളതൊക്കെ തരണമായിരുന്നു, അല്ലാതെ വേറൊരു പെണ്ണിനെയും കെട്ടി അവിടെ സുഖിച്ച് ജീവിക്കുകയല്ല. ഇത് കേട്ടപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണേ രവിയേട്ടാ? ഇവളുടെ അച്ഛനൊക്കെ ഒരു അച്ഛനാണോ? ചന്ദ്രേ, ആ കുട്ടിയുടെ അച്ഛൻ ജയിലിലല്ലേ? അതും പറഞ്ഞ് നീ എന്തിനാ വിഷമിപ്പിക്കുന്നത്? ദേ രവിയേട്ടാ, ഈ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കുന്നത്. രവിയേട്ടൻ കൂടുതൽ ഒന്നും പറയാൻ നിൽക്കണ്ട. എടി, എന്താ നോക്കിയിരിക്കുന്നത്? എനിക്കൊന്ന് കുളിക്കാൻ നല്ല ചൂടുവെള്ളം വേണം. രേവതി, സച്ചി, നിങ്ങൾക്കാർക്കെങ്കിലും ചൂടുവെള്ളം വേണം കുളിക്കാൻ? ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എനിക്ക് വേണം. വർഷയ്ക്കും കൂടി വേണം. ശ്രീകാന്തി, നിനക്ക് വേണോ? എനിക്ക് ഏത് വെള്ളത്തിൽ കുളിച്ചാലും എനിക്ക് കുളിക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഞങ്ങൾക്കുള്ള ഹോട്ട് വാട്ടർ പെട്ടെന്ന് കൊണ്ടുതാ. ആൻറ്റി, അത് പിന്നെ പെട്ടെന്ന് കൊണ്ടുതരാനല്ലേ പറഞ്ഞത്. പിന്നെ ഗ്യാസിനൊക്കെ വലിയ ക്ഷാമ, ബുക്ക് ചെയ്താൽ കിട്ടാനൊക്കെ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് ഗ്യാസ് ഒന്നും ഉപയോഗിക്കാൻ നിൽക്കണ്ട. വിറകടുപ്പുണ്ടല്ലോ, അതിൽ വിറക് കത്തിച്ചിട്ട് ഞങ്ങൾക്കുള്ള വെള്ളം തിളപ്പിച്ചാൽ മതി. ആൻറ്റി, എനിക്ക് വിറകടുപ്പൊന്നും കത്തിക്കാൻ അറിയില്ല. അതൊക്കെ പഠിക്കണം. രേവതി, അതൊന്നും പറഞ്ഞു കൊടുക്കാവക്ക്. നീയൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ശരിയമ്മേ. ചെല രേവതി, അവൾക്ക് പറഞ്ഞു കൊടുക്ക്. ദേ, ഞാനിടയ്ക്ക് വരും, ആ സമയത്ത് നീ എങ്ങാനും ചെയ്യുന്നത് കാണരുത്. ഇല്ലമ്മേ. ശ്രുതി, വാ, പറഞ്ഞു തരാം. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആണെങ്കിൽ രേവതിയുടെ കൂടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ട്.
ശ്രുതി, ദേ ആ ചുള്ളിക്കമ്പൊക്കെ എടുത്തിട്ട് അടുപ്പിലോട്ട് വെക്കണം. ചെറിയ ചെറിയ കമ്പുകളൊക്കെ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ തീ കത്തിപ്പിടിക്കും. പിന്നെ ഓലയുടെ കണ്ണികളൊക്കെ ഉണ്ടാവും, അതും കൂടി വെച്ചു കൊടുത്താൽ എളുപ്പത്തിൽ തീ കത്തും. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ പിന്നെ ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്കറിയാൻ, ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്തതാടി. എന്താ ശ്രുതി, എന്തോ പറയണമെന്നുണ്ടല്ലോ. രേവതി, നിനക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ? ആൻറ്റി വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാം. നീ ഒന്ന് എനിക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്തതാ. അയ്യോ അത് പറ്റില്ല, അമ്മ എങ്ങാനും കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോട് പഴയ സ്വഭാവത്തിലായിരിക്കും പെരുമാറുക. ഹോ, അപ്പം രേവതിക്കും ചെയ്തു തരാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല, ഇതുപോലെ ഞാനും ഒരുപാട് നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ഈ സഹായമൊന്നും കണ്ടില്ലല്ലോ. നിനക്കൊക്കെ അന്ന് സഹായിക്കായിരുന്നില്ലേ? എടി രേവതി, നീയും സച്ചിയും കാരണം എനിക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നത്. അത് തിരിച്ചു പിടിക്കാൻ എനിക്ക് വലിയ സമയത്തിൻ്റെ അത്യാവശ്യമൊന്നുമില്ല. അപ്പം സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, താൻ ചെയ്ത കുറ്റത്തിൻ്റെ പ്രതിഫലമൊക്കെ താൻ തന്നെ അനുഭവിക്കും. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കുന്നു. അതിന് രേവതിനെ എന്തിനാടി പഴിക്കുന്നത്? പലയിടത്തി പറയാൻ വരട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയും പല സത്യങ്ങളും കെട്ടഴിയാനുണ്ട്. അതുകൊണ്ടേ കാത്തിരുന്നോ. രേവതി, ഈ സച്ചിയെ വിളിച്ചുകൊണ്ട് നീ ഇവിടുന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയാമെന്ന് എനിക്ക് പോലും അറിയില്ല. സച്ചിയേട്ടാ വാ. ഇവളെന്താ എന്നെ പിടിച്ച് പുഴുങ്ങി തിന്നോ? അതെ, നിനക്ക് കിട്ടേണ്ട പണി തന്നെ കിട്ടിയിരിക്കുന്നത്. ചെയ്യ്. അടുപ്പിലെ വിറക് കത്തിക്ക്, എന്നിട്ട് വെള്ളം തിളപ്പിക്ക്. ഇനി ഇതിൽ തന്നെ നീ പലതും ചെയ്യേണ്ടി വരും. സച്ചിയേട്ടാ വാ. ഇതും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും വിളിച്ച് അവിടുന്ന് പോവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളി പാസ്സാക്കിയതിനു ശേഷം ചന്ദ്രമതി അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. രവിയേട്ടന് ചായ കിട്ടിയോ? ഇല്ല. സാധാരണ രേവതിയല്ലേ ചായ കൊണ്ട് തരാറ്, ഇപ്പം വേറൊരുത്തിയാണല്ലോ, അതുകൊണ്ട് ചായ കിട്ടില്ല. എടി ശ്രുതിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഓടിപ്പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്താ ആൻറ്റി, നീ എന്തെടുക്കുവാടി? ഫോണിൽ തോണ്ടി കളിക്കുവാണോ? അല്ല ആൻറ്റി, ഞാൻ രാത്രിക്കൽക്കുള്ള ഫുഡ്. പിന്നെ രാത്രിക്കൽക്കുള്ള ഫുഡ് ഞങ്ങൾക്ക് ആദ്യം പോയിട്ട് നല്ല കോഫി എടുത്തോണ്ട് വാ. എനിക്കും രവിയേട്ടനും പെട്ടെന്നാവട്ടെ. അത് കഴിഞ്ഞാലേ വർഷയും ശ്രീകാന്തൊക്കെ ഇങ്ങോട്ട് വരും. പിന്നെ രേവതിക്കും സച്ചിക്കും ഒക്കെ കൊടുക്കണം. അല്ല, നീ ഇന്ന് അലക്കാൻ എടുത്തപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും വസ്ത്രങ്ങൾ അലക്കാൻ എടുത്തില്ലേ? എടുത്തു ആൻറ്റി. അതുപോലെ ഇനി എല്ലാവരും എന്നും എടുക്കണം. രേവതി ചെയ്യുന്ന പണിയൊക്കെ നീയും കൂടി ഇനി അറിയണം. പോയി ചായ കൊണ്ടുവാ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ. ഈ തള്ളക്കിത് എന്തിൻ്റെ കേടാണ്? എന്നെ ഇങ്ങനെ കൂടെ ദേഷ്യം പിടിപ്പിക്കുക. എത്ര പണിയാണ് ഞാൻ എടുക്കുന്നത്. ഈ രേവതി ഈ പണിയൊക്കെ എല്ലാം കൂടി ഇങ്ങനെയാണോ എടുത്തത്? ആ കൃത്യസമയത്താണ് കേട്ടോ മഹിമ കയറി വരുന്നത്. രവിയേട്ടാ, ഇതാരാ വരുന്നത് നോക്കിയേ. എന്താ ചന്ദ്രേ, എന്നെ പ്രതീക്ഷിച്ചില്ലേ? പ്രതീക്ഷിക്കാതെ പിന്നെ മോളോട് ഞാനല്ലേ വരണമെന്ന് പറയാൻ പറഞ്ഞത്. അല്ല, മധുസൂദനം വന്നില്ലേ? ഇല്ല, അദ്ദേഹത്തിന് ബിസിനസ് ആവശ്യത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുക. അവിടുന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവും. ഓ, എപ്പോഴും മധുസൂദൻ മാത്രം വരാറില്ല. ആ സമയത്ത് രവി പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്? പിണക്കമൊക്കെ മാറ്റിവെച്ച് ഇങ്ങോട്ട് വരാൻ പറയണ്ടേ മഹിമേ? ഞാൻ പറയാനിട്ടല്ല രവിയേട്ടാ, ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ കിടക്കുന്നിടത്തോളം കാലം അദ്ദേഹം ചിലപ്പോൾ ഇങ്ങോട്ട് വരില്ല. എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം, വഴിയെ നമുക്കൊക്കെ ശരിയാക്കാലോ. ശരിയാ മഹിമേ. എടി ശ്രുതി. ഇത് കേട്ടപ്പോൾ തന്നെ മഹിമ എങ്ങനെ കരുതുന്നുണ്ട്. ശ്രുതി എന്താ ഇവരിങ്ങനെ വിളിക്കുന്നത്? അപ്പം തന്നെ ശ്രുതി ഓടി എത്തുന്നുണ്ട് കേട്ടോ. എന്താ ആൻറ്റി, ചായ കൊണ്ട് തന്നില്ലേ? ചായ കൊണ്ട് തന്നു. ഇതേ മഹിമ, വർഷയുടെ അമ്മ. ഇവർക്ക് നല്ല ജ്യൂസോ കോഫിയോ എന്തെങ്കിലും എടുക്ക്. മഹിമേ, എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നല്ലൊരു ജ്യൂസ് തന്നെ എടുത്തോ മഹിമയ്ക്ക്. ചെല്ല്. ശരി ആൻറ്റി. നിക്ക് ശ്രുതി, നീ എന്തിനാ എനിക്ക് ജ്യൂസ് എടുക്കുന്നത്? അതിനൊക്കെ ഇവിടെ രേവതി ഇല്ലേ? രേവതിയോ? ഇനി മുതൽ രേവതി ഇവിടുത്തെ ഒരു പണിയും ചെയ്യില്ല. എല്ലാ പണിയും ചെയ്യാൻ പോകുന്നത് ദേ ഇവളാ. അതെന്താ ചന്ദ്രമതി അങ്ങനെ? ശ്രുതി ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാറില്ലല്ലോ. എൻ്റെ മോളെ പോലെ തന്നെയല്ലേ? രേവതിയാണല്ലോ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാറ്. ഇപ്പം ഇതെന്തു പറ്റി? ചില മാറ്റങ്ങൾക്കുള്ള സമയമൊക്കെ ആയി. ചെന്ന് ജ്യൂസ് എടുക്കാൻ നോക്കടി, ഇങ്ങനെ നോക്കി നിൽക്കാതെ. ഇതും പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പായിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടല്ലോ. ഇവളെ കൊണ്ട് ജ്യൂസ് എടുപ്പിക്കാനൊക്കെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് വർഷയുടെ അമ്മ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ട് വരുന്നത്. അമ്മേ. വർഷേ. അമ്മ ഇത്ര പെട്ടെന്ന് വന്നോ? സുഖമല്ലേ വർഷേ നിനക്ക്? എനിക്ക് സുഖം തന്നെയാമ്മേ. അപ്പോഴാണ് കേട്ടോ രേവതിയുടെ അമ്മ അങ്ങോട്ട് കയറി വരുന്നത്. ഇതാരാ ചന്ദ്രേ, നോക്കി ഇതാരാ വരുന്നതെന്ന്. ആ സമയത്ത് ചന്ദ്ര നോക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മയാണ് കേട്ടോ. ഇത് രേവതിയുടെ അമ്മയല്ലേ? രേവതിയുടെ അമ്മ വാ. എന്നാൽ ഈ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ. കൂടെയാണെന്നുണ്ടെങ്കിൽ ദേവു ഉണ്ട്. ദേവു, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ദേവു? നന്നായിട്ട് പോകുന്നു ആൻറ്റി. എന്താ
എന്താ നിനക്ക് പറ്റി? അല്ല, ആൻറ്റി ഇങ്ങനെ ചോദിക്കുന്നോണ്ട് അവക്കേ പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായതാ മോളെ എന്ന് രവി പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ വിട്. ഇനി മുതൽ ഞാൻ പുതിയൊരു ചന്ദ്രമതിയാ. മോളെ, നിന്റെ ജോലിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് പോകുന്നുണ്ട് ആൻറ്റി. ദേ, കാശൊക്കെ ഉണ്ടായിട്ട് വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കണം. രേവതി ചെയ്യുന്ന പോലെ വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടണം. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ദേവുവിൻ്റെ കിളി പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ അമ്മയോട് ചോദിക്കുന്നൊരു ചന്ദ്രമതി, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ചേച്ചിക്ക് സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. വർഷേ, രേവതി മോളെ വിളിക്ക്. മോളോ? ദേവു, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്കറിയില്ല അമ്മേ. ഈ ആൻറ്റിക്ക് ഇത് എന്താ പറ്റിയത്? ഞാനിപ്പോൾ വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് വർഷയാണെങ്കിൽ രേവതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും സച്ചിയും അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി മോളെ, രേവതി മോളുടെ അമ്മ വന്നിരിക്കുന്നു. അമ്മേ, മോളെ നിനക്ക് സുഖമല്ലേ? സുഖമാണ് അമ്മേ. ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ വീട്ടിലോട്ടൊക്കെ വന്നിട്ട്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു രേവതിയോട്, നീ ഒന്ന് ഇടയ്ക്ക് അമ്മയെ കാണാൻ വീട്ടിലോട്ട് പോകുന്നത്. അല്ല, എന്താ ശരത്തിനെ കൊണ്ടുവരാതിരുന്നത്? അത് പിന്നെ ശരത്തിന് പഠിക്കാനുണ്ടായിരുന്നു. എന്നാലും ഇങ്ങോട്ട് വരുമ്പോൾ അവനെ കൂട്ടായിരുന്നു. ശരത്തിനോടല്ല എൻ്റെ ദേഷ്യമൊന്നും എൻ്റെ മനസ്സിലില്ല കേട്ടോ. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇനി വരുമ്പോൾ. കൊണ്ടുവരാൻ ചന്ദ്രമതി. മോളെ രേവതി, ഇത് മേടിക്ക്. അയ്യോ, ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചത്? ബന്ധുക്കൾ ഇങ്ങനെ വീട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരണം എന്നൊന്നുമില്ല. പിന്നെ ഇത് നിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതായിരിക്കുമല്ലേ? അതെ, എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളാ. നിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതേ അപാര രുചിയാ. ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് നീ ഇവയ്ക്ക് ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പോൾ ദൈവമാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, ആൻറ്റിയുടെ ഈ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ മഹിമ വണ്ടറടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ. രേവതിയുടെ അമ്മ രേവതിയുടെ അടുത്തോട്ട് ചെല്ലേ. നിങ്ങൾക്ക് കുറേ സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. വർഷയുടെ അമ്മയ്ക്ക് ഞാൻ എന്നും കാണുന്നതാ. ഞങ്ങൾക്കങ്ങനെ സംസാരിക്കാനൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രേ, ഇതെന്താ? എന്തു പറ്റിയതാ? നിങ്ങൾക്ക് ശ്രുതിയായിരുന്നല്ലോ വലിയ കാര്യം, ഇപ്പോൾ അത് രേവതി ആയല്ലോ. അതെന്താ അങ്ങനെ? അതൊക്കെ വലിയ മാറ്റം വന്നു മഹിമേ. ഇനിയ മാറ്റം വരേണ്ട സമയമായി. അത്ര കരുതിയാൽ മതി. അങ്ങനെ വർഷയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹിമ. മോളെ വർഷേ, എന്താ ഇവിടെ സംഭവിച്ചത്? അമ്മ കൂടുതലൊന്നും അറിയണ്ട. അങ്ങനെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാലേ അത് വലിയ ആപത്താ. അമ്മ അതിനെ തിരുത്തി എഴുതാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് അമ്മ അറിയണ്ട. ഇതും പറഞ്ഞുകൊണ്ട് വർഷം അവിടുന്ന് പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും ഊണ് വിളമ്പുന്നതാണ് കേട്ടോ. മഹിമയുണ്ട്, അതുപോലെ തന്നെ രേവതിയുടെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. മഹിമയ്ക്കാണെങ്കിൽ രേവതിയുടെ അമ്മ തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ നല്ല ദേഷ്യവും നീരസമൊക്കെ ഉണ്ട്. ആ സമയത്ത് മഹിമ പറയുന്നുണ്ട്, കേട്ടോ ചന്ദ്രേ, ചിലർക്കൊക്കെ ഓരോരുത്തരുടെ കൂടെ ഇരുന്ന് കഴിക്കാനും വേണം യോഗം. ഇത് കേട്ടപ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആരോ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? അയ്യോ, ഇതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞതല്ല, മൊത്തത്തിൽ പറഞ്ഞതാ. ദേ, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെയാണോ? ആ സമയത്ത് രവി പറയുന്നുണ്ട്, സച്ചി നിർത്ത്, ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ആ സമയത്ത് വാ തുറക്കരുത്. അച്ഛാ, ഇവരിങ്ങനെ പറയുന്നത് നിർത്ത്. മഹിമേ, ഈ സമയം ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറയരുത്. ഇത് കേട്ടിട്ട് എന്തായാലും രേവതിയുടെ അമ്മയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, ദേ മഹിമേ, ഇനി രേവതിയുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ഇപ്പം വർഷയുടെ അമ്മയെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ രേവതിയുടെ അമ്മയും കാണുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഇവരുടെയൊക്കെ സ്വഭാവം വളരെ മോശമായിരുന്നു എന്നാണ് ചന്ദ്ര പറഞ്ഞത്. ഇങ്ങനെയൊരു മാറ്റം ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ചന്ദ്രമതിക്ക് നല്ല മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാറ്റം സംഭവിക്കുമല്ലോ. ഇവിടെ ഒരുത്തിയുണ്ട്, മലേഷ്യയിൽ തന്തയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ടോ ആവോ, അതാർക്കറിയാനാ. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന പോലെയൊക്കെ അവരിങ്ങോട്ട് വരേണ്ടതല്ലേ. അച്ഛനും അമ്മയും ഏതായാലും വരുന്നില്ല. ഒരു ഇളയച്ചൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു, അങ്ങേരും വരുന്നില്ല. ഇവളെ കെട്ടിച്ചമച്ച കഥയാണെന്ന് പോലെ എനിക്ക് സംശയമുണ്ട്. അതെന്താ ചന്ദ്ര നീ അങ്ങനെയൊക്കെ പറയുന്നത്? അതങ്ങനെയൊക്കെയാണ് മഹിമേ. അങ്ങനെ ഓരോ കാര്യത്തിന് മേലിങ്ങനെ ചന്ദ്ര ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിയുടെ അമ്മയും അനിയത്തിയും പോവാൻ നിൽക്കുന്നതാണ് കേട്ടോ. ആ സമയത്ത് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് രേവതിയോട്, എന്തായാലും നിൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട്. അവരിനി അങ്ങനെ തന്നെ ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം മോളെ. അമ്മേ, ഈ സന്തോഷമൊക്കെ എന്നും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശ്രുതിയോടുള്ള ദേഷ്യത്തിനാണ് എന്നോട് സ്നേഹം കാണിക്കുന്നത്. അമ്മ ഇത് വലിയ കാര്യമായൊന്നും കാണണ്ട. എന്നാലും ചേച്ചി, ഇത് വലിയ മാറ്റമാണ് കേട്ടോ. കുറച്ച് നേരത്തേക്കാണെങ്കിലും ആൻറ്റി ഇങ്ങനെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മോളെ, എന്തായാലും അവരുടെ മാറ്റം വിശ്വസിക്കേണ്ടെന്നല്ലേ രേവതി പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഒരു കരുതലോടെ നിൽക്കാം. ദേവു, എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം.
ശരിയമ്മേ. ഇതും പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. മഹിമയും ഓൾറെഡി പോയി. ഓക്കെ, ഇനി അതൊക്കെ കണ്ട് കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി എല്ലാവരെയും ഹോളിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്തിനാണെന്നറിയോ? അപ്പോൾ രവി പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്രേ? എന്താന്ന് നീ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. രവിയേട്ടാ, ശ്രുതി ഇവിടുത്തെ മരുമകളാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് ഞാൻ മാത്രമാണോ? നീ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇനി പറയത്തില്ല. ഇനി പറയണമെന്നുണ്ടെങ്കിലേ ഇവളുടെ അച്ഛനെ ഞാൻ നേരിട്ട് കാണണം. എന്തായാലും ഇവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ ഇവളുടെ അച്ഛനെ തേടി മലേഷ്യയിലോട്ട് പോവാ. നീ എന്തൊക്കെയാണ് ചന്ദ്രേ പറയുന്നത്? മലേഷ്യയിൽ പോകാനൊക്കെ വലിയ ചിലവാ. ആയിക്കോട്ടെ, പക്ഷെ ആ ചിലവ് ഞാൻ എങ്ങനെയെങ്കിലും നോക്കും. പക്ഷേ നിനക്ക് എനിക്ക് മലേഷ്യയിലേക്ക് പോകാനുള്ള ഏർപ്പാട് ശരിയാക്കാൻ പറ്റുമോ? അതൊക്കെ ശരിയാക്കാം ആൻറ്റി. ഇപ്പം എല്ലാവരും മലേഷ്യയിലേക്ക് സിമ്പിളായിട്ടാണ് പോയി വരുന്നത്. എന്നാൽ പിന്നെ എനിക്കൊരു ടിക്കറ്റ് എടുക്കുക. പിന്നെ ഒരാളും കൂടി എൻ്റെ കൂടെ വരുന്നുണ്ട്. അതിന് ആൻറ്റി എന്തിനാണ് മലേഷ്യ പോകുന്നത്? എനിക്ക് ഇവളുടെ അച്ഛന് അവിടെ ഉണ്ടോയെന്നൊന്ന് അറിയണം. ജയിലിൽ അങ്ങനെ ഒരു അച്ഛനുണ്ടോയെന്ന്. ഇത് കേട്ടപ്പോൾ ശ്രുതിയാകെ ഞെട്ടിത്തരിക്കാൻ കേട്ടോ. ആൻറ്റി, അതെന്തിനാ ആൻറ്റി? അത് വേണം, ഞാൻ പോവും. അങ്ങനെ ഒരു അച്ഛൻ നിനക്ക് അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയണം. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ആൻറ്റിക്ക് മലേഷ്യയിലേക്കുള്ള ട്രിപ്പ് ഫ്രീ, എൻ്റെ അച്ഛൻ്റെ വക. പക്ഷേ അത് ഫ്രീ ആയി കിട്ടുമോ? അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എന്തായാലും ശ്രുതി ചേച്ചിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനല്ലേ, അത് ഞാൻ ഏറ്റു. അപ്പോൾ രവി പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്ര ഒന്നുകൂടി ആലോചിച്ചിട്ട് എനിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ എന്തായാലും ഈ പ്രാവശ്യം വെറുതെ പറയുകയല്ല, പോയിരിക്കും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ അമ്മായിയച്ഛനെ കാണാനല്ലേ പോകുന്നത്? അപ്പോൾ പിന്നെ എന്നെയും കൂടി കൊണ്ടുപോവോ? പോടാ. നിന്നെപ്പോലെ തലയ്ക്ക് വെളിവില്ലാത്തവനെ കൊണ്ടുപോയാലേ ഞാൻ അവിടുന്ന് മൂളിപ്പോരേണ്ടി വരും. അതുകൊണ്ട് ഇത് ഞാൻ തീരുമാനിക്കുന്ന ഒരാളും കൂടെ പോകും. എന്തായാലും ചന്ദ്രമതി ഇനി മലേഷ്യയിലേക്ക് പോകുന്ന കിടലൻ എപ്പിസോഡുകൾ വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആകെ പേടിയിലാണ്. കാരണം ശ്രുതിയുടെ അച്ഛനെ തേടിയാണല്ലോ മലേഷ്യ പോകുന്നത്. അങ്ങനെ ഒരാൾ മലേഷ്യയിൽ ഇല്ലയെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി പിന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഓക്കെ, അപ്പോൾ ഇതിന് ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നൊന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.